ലോക ഭൗമദിനം. പച്ചപ്പുകളുടെ മരങ്ങൾ നടൂ, ചെടികൾ നടൂ, നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാം. വാട്ടർ കൺസർവേഷൻ, ചെറിയ പോണ്ടുകൾ ഉണ്ടാക്കുക, കുളങ്ങൾ ഉണ്ടാക്കുക, പൂന്തോട്ടത്തിന് ചെടികൾ നടാം, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാം. നല്ല വെറൈറ്റിയാണ് ഇത്. നമ്മൾ ഇലയെല്ലാം അങ്ങോട്ട് നല്ലപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചെടിച്ചട്ടിക്കകത്തോട്ട് ചുറ്റി വെക്കാം. നല്ല പൂക്കള് അടുത്ത അവസ്ഥയിൽ തൈ ഉണ്ടാവും. ശൈകു തട്ടില്ല. റൂട്ടെക്സ് എവിടെയും കൊണ്ട് ഇരിപ്പുണ്ട്, പക്ഷെ റൂട്ടെക്സ് ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ക്ലിപ്പ് നോക്കട്ടെ. ക്ലിപ്പാണെങ്കിൽ നല്ലതായിരുന്നു. റൂട്ടെക്സ് വെച്ചാൽ നല്ലതാ. പിന്നെ ഇത് ചിലപ്പോൾ നല്ല ഈ ഇലയ്ക്കൊക്കെ എൻ്റെ ഒരു ഭംഗിയില്ലേ നോക്കാം. ഇലയൊക്കെ കണ്ടു ഇവിടുത്തെ വെറൈറ്റി ഇതൊന്ന് ഇതെനിക്ക് ചട്ടിയിലില്ല, ഇങ്ങനെ നിലത്ത് വെച്ചിരിക്കുന്നതാണ്. പണ്ട് കേട്ടോ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചട്ടി. ഇത് വള്ളി പോലെ ഇങ്ങനെയായിട്ട് വൈറ്റും മജന്റും ഞാൻ കാണിച്ചിട്ടില്ലേ, പൂക്കൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുപോലെ ഞാൻ വിചാരിച്ചു ഇതിന്റെ രണ്ടു തൈകൾ രണ്ടും ചട്ടിയിലാക്കാം. അങ്ങനെയൊക്കെ നോക്കാം. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേലെ തന്നെ ഇതാണ് ഇതിന് ഇതുണ്ടോ, ഇതേ തന്നെ ഉണ്ടാകുന്നു. അതിൻ്റെ ഇലയെല്ലാം മുറിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്ടി എടുക്കാം. ഇത് വെറുതെ ഇരുന്ന ചട്ടി കേട്ടോ, ചെടി പോയതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണേ ഉള്ളൂ. മണ്ണും ചാണകപ്പൊടി എല്ലാം ചേർന്നതാണ്. അതിൻ്റെ അകത്തോട്ട് ഞാൻ കുത്തി വെക്കുക. കിളുക്കുന്നതൊക്കെ കിളുക്കട്ടെ, ചിലതൊക്കെ കിളുക്കും കേട്ടോ. അങ്ങനെ ഇരുന്ന് ഇതിൻ്റെ തൈകൾ എനിക്കില്ല, ചെടിച്ചട്ടിയിൽ ഞാൻ ആക്കിയിട്ടില്ല. ഇതിങ്ങനെ ഞാൻ കണ്ടല്ലോ ബുഷായിട്ട് നിർത്തിയേക്കുന്നത് അതിനകത്തുനിന്നാണ്. ഞാൻ കാണിച്ചില്ല, ഞാൻ വെട്ടിയെടുത്തത് കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത അത് ചെടിച്ചട്ടിയിൽ ഇതുവരെ ആക്കിയിട്ടില്ല. ചട്ടിയിലൊന്ന് ആക്കി നോക്കാം. കാരണം അതിൻ്റെ ഇലയൊക്കെ കാണാൻ ഭംഗിയാണേ, ഇതിൻ്റെ ഇലയെ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ വെള്ളയും മജന്തി. അതാണ് നമുക്ക് ചട്ടിയിൽ വെച്ച് അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കാം. കിളുക്കുവാണെങ്കിൽ നല്ലതല്ലേ. ഇത് വൈറ്റ് ബ്ലീഡിങ് ഹാർട്ട് കേട്ടോ, പ്ലാന്റാണ്. അപ്പോൾ അത് നന്നായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കമ്പി വെച്ച് കെട്ടി കൊടുത്താലോ എന്നാലോചിച്ച് വയ്ക്കുക കേട്ടോ. നോക്കാം, വളർന്ന് വരുമ്പോൾ അത് ചുറ്റി എടുക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ്. നോക്കാം. ഏപ്രിൽ 22 ഇന്ന് ലോക ഭൗമദിനമല്ലേ. അപ്പം ഒരു ചെടിയെ ഒന്ന് ബുഷാക്കി എടുക്കാം. അതുപോലെ തന്നെ അടുത്ത വർഷത്തേന് ഒരു 2-3 തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ കമ്പുകളും വെച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അപ്പം നമ്മുടെ കുളം
ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയധികം വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഗപ്പിയൊക്കെ ഇതിനകത്തുണ്ടോയെന്നൊക്കെ നോക്കി. ഇന്നലെ ഞാൻ കൊക്ക് വന്ന് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഇത് ചെയ്യുന്നത്. നാളെയല്ലേ വീഡിയോ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഇത് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കോരിയെടുത്ത് നോക്കാം, എന്താവും എന്നറിയത്തില്ല. ഈ അസോള പെട്ടെന്ന് വളരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും നല്ലതാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ നന്നായിട്ട് കട്ടിക്ക് പായൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നീക്കി എടുക്കണം. അപ്പോൾ നീക്കിയെടുത്ത് തെക്കിൻ്റെ ഇല എല്ലാം എടുക്കണം. പക്ഷേ ഈ അരിപ്പ കൊണ്ട് തന്നെ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം എടുത്തുകൊണ്ട് വരാവേ. കാരണം ചപ്പ് നീക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് നമുക്ക് ചെയ്യാം. വലയിട്ടേക്കുന്നുണ്ടോ? ഈ വല കൊച്ച് ആലിൻ്റെ ഇലയൊക്കെ വീഴാതിരിക്കാനായിട്ടാണ്. പക്ഷേ പാമ്പ് വരും. പക്ഷെ പാമ്പിന് ഞാൻ ഓപ്പണായിട്ട് ഇട്ടേക്കുക. പാമ്പ് വന്ന ഇടയ്ക്കൊക്കെ നേരത്തെയൊക്കെ വന്ന് കുരുങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെ കുരുങ്ങാറില്ല. കാരണം ഫ്രണ്ട് ഓപ്പണായിട്ടാണല്ലോ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ വലയിൽ തേക്കലയൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വീഴുന്നുണ്ടെന്നെങ്കിലും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഒത്തിരി ക്ലീനാക്കുന്നില്ല കേട്ടോ. അതിൻ്റെ നാച്ചുറാലിറ്റി ഒത്തിരി ഇതാക്കാതെ ഒരു ചെറിയ രീതിയിൽ അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നല്ലതല്ല പനൽ ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് ചുറ്റും വളർത്തിയിരിക്കുന്ന ചെടികളൊന്നും ഞാൻ പറിച്ചു കളയുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് കരിയിലകളൊക്കെ കുറച്ചൊക്കെ നീക്കം ചെയ്യുക. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ അല്ലേ. നമ്മൾ ഇന്നത്തെ ഈ ദിനം എൻ്റെ ഈ പോണ്ട് വൃത്തിയാക്കുന്നു. നമ്മുടെ ചെടിത്തോട്ടത്തിലെ ഒരു കുളമൊക്കെ ഉണ്ടാവണം അല്ലേ. പിന്നെ കുളങ്ങളൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടുമല്ലോ, വാർത്തത് ഒക്കെ. എല്ലാവരുടെയും പൂന്തോട്ടത്തിൽ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരെല്ലാം ഒരു കുളം ഉണ്ടാക്കും കേട്ടോ. അതിൽ കുറേ ഗപ്പികളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പല കളറിലുള്ള മീനുകളെയൊക്കെ പിടിച്ചിടും. അപ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. പക്ഷേ ഇത് നോക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും വലിയ ഇലകളൊക്കെ വീഴുന്നപ്പോൾ കുറേയൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും വന്ന് ചത്ത് കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയും ചെയ്യണം. പിന്നെ ഗപ്പിയെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊതുക് വന്ന് മുട്ടയിടും. കൊതുകിൻ്റെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഗപ്പിയെ എപ്പോഴും തന്നെ നമ്മൾ അതുണ്ടോ ഇല്ലെങ്കിൽ മേടിച്ച് വിടണം. പിന്നെ തവളക്കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. തവളക്കുഞ്ഞുങ്ങൾ പിന്നെ അതിനെ ഞാൻ അധികം കളയാറില്ല കേട്ടോ. അതുങ്ങൾ തന്നെ ഇങ്ങനെ വളർന്ന് അതുങ്ങൾ ചാടിപ്പോക്കുള്ളൂല്ലോ. ഇക്കോസിസ്റ്റത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയല്ലേ തവളയൊക്കെ. പിന്നെ ഈ ഇതും കൊണ്ട് കോരിയാലൊന്നും പോകത്തില്ല. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കുറേശ്ശെ അസോളയെല്ലാം കോരി കളയുമായിരുന്നേ, ഈ അരിപ്പ കൊണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. ഇനി വേറൊരു സാധനമുണ്ട്, കരികില നിൽക്കുന്നൊരു സാധനമുണ്ട്. അതെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അതെടുത്തുകൊണ്ട് വരാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എപ്പീഷ്യ പോലത്തെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണക്കത്തൊക്കെ നനച്ചില്ലേ, നന്നായിട്ട് വാട്ടറിങ് ചെയ്യാത്തത് കൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ പോയി. എന്നാലും ഇപ്പോൾ ഈയിടെ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ടേ അതൊക്കെ കുറേ കിളുത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയെ നമുക്ക് രക്ഷിക്കാം. ചെറിയ ജലസംരക്ഷണം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ചെറിയ തുടക്കങ്ങൾ വലിയ മാറ്റങ്ങളുണ്ടാക്കട്ടെ പ്രകൃതിക്ക്. നമ്മുടെ ചുറ്റും പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം വളർന്ന് അവരുടെ സന്തോഷം നമ്മളിലേക്കും പകരും, നമ്മൾ അവരിലേക്കും പകർന്ന് അങ്ങനെ നമ്മുടെ ആരോഗ്യവും മനസ്സും ഒരേപോലെ ഒന്നാകട്ടെ. അപ്പോൾ ഇന്ന് ലോക ഭൗമ ദിനമാണ്. ചെറിയ കുളങ്ങൾ സംരക്ഷിച്ചെടുക്കുക, അതിനെ ഏറ്റവും ശുദ്ധമായി കൊണ്ടുപോവുക. ഉണ്ടോ, ഇതുപോലെ കിടക്കുന്നതിനെയൊക്കെ ക്ലീനാക്കി എടുക്കാനുള്ള ഒരു ദിവസമായിട്ടിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ 3-4 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഓരോ ദിവസവും കുറേശ്ശെ ചെയ്യും. വീണ്ടും അസോള കയറി വരും, ഇലകൾ വീഴും. അങ്ങനെ ഇന്ന് കൃത്യം ഡേറ്റായി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന പ്രത്യേകത ലോക ഭൗമദിനമാണ്. അപ്പം നമുക്ക് വാട്ടർ കൺസർവേഷൻ, പുതിയ തൈകൾ വയ്ക്കാം, പിന്നെ കുളങ്ങൾ വൃത്തിയാക്കി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ.
ഇന്നത്തെ എൻ്റെ ജോലിയിലുള്ളത് എന്ന് പറയുന്നത് ഞാൻ ഈ കുളം വൃത്തിയാക്കുന്നു. ഇതൊരു കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ എന്താണ്, ബൊഗെയിൻവില്ലയുടെ കമ്പുകൾ മുറിച്ചതുണ്ട്, അതൊന്ന് നടണം. അത് നട്ടു വെക്കണം. അടുത്ത വർഷത്തേന് നമുക്ക് തൈകളുണ്ടാക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഈ പച്ചപ്പും ഹരിതാവയും എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലെയുള്ള എനിക്ക് ഇന്ന് ഞാൻ പേപ്പർ വായിച്ചപ്പോൾ ഈ ലോക ഭൗമദിനത്തിൽ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് ചുറ്റും ഇപ്പം ഇതുപോലെയുള്ള ചെറിയ ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടാറില്ല കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പച്ച കളറ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ, ഇങ്ങനെയൊക്കെ ഉള്ളതൊരു ഭയങ്കര രസമായിരുന്നല്ലേ. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ചെടി വാടിപ്പോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്കും വിഷമം തോന്നും. അപ്പോൾ അടുത്ത ചെടി വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാലിക്കാൻ ഭയങ്കര പാടാണ്, എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ശ്രമിച്ചാൽ. എന്നെ സഹായിക്കാൻ കല്ലുണ്ട് കേട്ടോ. കല്ലു എന്ന് പറയുന്ന എൻ്റെ 10-30 വർഷക്കാലത്തെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ കല്ലു എന്നെ സഹായിക്കാൻ വരും. മിക്കവാറും ദിവസം ഇവിടെ ഉണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കല്ലു ഇടയ്ക്ക് വരും. കല്ലു ചെയ്യും. അല്ലാതെ എന്നെക്കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയധികം ഇതില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുളം വൃത്തിയാക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെടിക്ക് വളമിടൽ. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കാട് കയറുമ്പോൾ ഞാൻ ഒരു കല്ലു സഹായിക്കും, അല്ലെങ്കിൽ വേറെ ഒരാൾ ഉണ്ടാവും, അപ്പം ചെയ്യും. അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ടേ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അതൊക്കെ ചെയ്ത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇല്ലെങ്കിലേ അവർക്കറിയത്തില്ലല്ലോ ഇത്രയും. ഇപ്പം ഈ വേരും ഇതൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ഇത് കുറേ സമയമെടുക്കും ഇതിൻ്റെ അകത്തുനിന്ന്, അത് പൊട്ടിപ്പാകത്തൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനിതൊക്കെയാണ് ഇന്ന് ചെയ്തത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ ഇതുപോലെയുള്ള നിരവധി ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറിയിൽ കുറിക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ ഞാൻ എഴുതുകയും അതുപോലെ തന്നെ കാണിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇരിക്കട്ടെ. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്ക്, നമ്മുടെ ചുറ്റും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മറ്റുള്ളവരറിയുക, അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനി ആർക്കെങ്കിലും തുടങ്ങാനൊക്കെ താല്പര്യമുണ്ട്, അവരെല്ലാം ഇങ്ങനെയൊരു ശ്രമം തുടരട്ടെ. ലോക ഭൗമദിന ആശംസകൾ.